ഹേമ കമ്മിറ്റി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ആവേശകരമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. ക്രീസിലുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ സിനിമാ നടന്മാരും സംവിധായകരുമൊക്കെയാണ്. ഇപ്പോൾ ഇതാ 2 വിക്കറ്റ് പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പണിംഗ് ഇറങ്ങിയ ശ്രീ രഞ്ജിത്തും അതേപോലെ തന്നെ സഹ ഓപ്പണറായിട്ടുള്ള സിദ്ദിഖിൻ്റെയും വിക്കറ്റാണ് തെറിച്ചിരിക്കുന്നത്. 2 പേർക്കും ഒരു റണ്ണ് പോലും കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ല. 2 പേരുടെയും മിഡിൽ സ്റ്റമ്പ് തന്നെയാണ് തെറിച്ചിരിക്കുന്നത്. അത് ബംഗാളിൽ നിന്നുള്ള മികച്ച ബൗളറായിട്ടുള്ള ശ്രീലേഖ മിത്ര എന്ന ആ നടിയുടെ ഉഗ്രൻ യോർക്കറിലാണ് രഞ്ജിത്തിൻ്റെ കുറ്റി തെറിച്ചതെങ്കിൽ ഒരു സ്ലോ ബോളിനാൽ ശരിക്കും ബാറ്റ്സ്മാനെ കബളിപ്പിക്കുന്ന തരത്തിൽ ബോൾ ചെയ്ത രേവതി സമ്പത്തിൻ്റെ മികച്ച ബൗളിങ്ങിലാണ് സിദ്ദിഖിൻ്റെ കുറ്റി തെറിച്ചിരിക്കുന്നത്. 2 പേരും നാണം കെട്ട് തിരിച്ച് പവലിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെച്ചത് ഹെൽമെറ്റ് അവർക്ക് തുടർന്നും വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ ഔട്ടായ രീതി വെച്ചിട്ട് അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആ ഹെൽമെറ്റും പാടുകളും ഒക്കെ തുടർന്നും അവർ വെക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവർക്ക് പകരം ഇപ്പോൾ ക്രീസിൽ വന്നിരിക്കുന്നത് ഇടവേള ബാബുവും അതേപോലെ തന്നെ റിയാസ് ഖാനുമാണ്. റിയാസ് ഖാന് സ്പിന്ന് കളിക്കാൻ കുറച്ച് ബലഹീനതകളുണ്ട്. തീർച്ചയായിട്ടും സ്പിൻ ബൗളറായിട്ടുള്ള രേവതി സമ്പത്ത് മിക്കവാറും റിയാസ് ഖാൻ്റെ കുറ്റി തെറിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോഴേക്കും ഇടവേള ബാബു ഒരു പക്ഷേ ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ജൂനിയർ നടി, അവർ മികച്ചൊരു ബൗളർ കൂടിയാണ്, അവർ ഇടവേള ബാബുവിനെ മിക്കവാറും LBWയിൽ കുരുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ മാധ്യമഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ 2 വിക്കറ്റുകൾ തെറിച്ചിരിക്കുകയാണ്. പകരം ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇടവേള ബാബുവും അതേപോലെ തന്നെ റിയാസ് ഖാനുമാണ്. ഇടവേള ബാബുവിനെ പറ്റി പറയുമ്പോൾ ഇടവേള ബാബുവാണോ അതോ ഇലക്ട്രിക് പോസ്റ്റാണോ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പലരും പറയുക ഇടവേള ബാബുവിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് പോസ്റ്റായിരിക്കും സിനിമയിൽ അഭിനയിച്ചിരിക്കുക എന്നാണ്. കാരണം ഇടവേള ബാബു ഏതാനും സിനിമയിൽ അഭിനയിച്ചത് മാത്രമേ നമുക്കറിയാവുള്ളൂ. പക്ഷേ അത്തരം അനുഭവം വെച്ചിട്ട് പോലും അമ്മ പോലെ ഒരു സംഘടനയിൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം താക്കോൽ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയപ്പോൾ തീർച്ചയായിട്ടും മികച്ച ഒരു കളിക്കാരൻ തന്നെയായിരിക്കണം ഇടവേള ബാബു. അതുകൊണ്ടായിരിക്കണം അത്തരം ചില സ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയത്. എന്തായാലും ഈ പുതിയ കളിയിൽ, അതായത് ഈ ഹേമ കമ്മിറ്റി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഈ മത്സരത്തിൽ 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ തെറിച്ച് നിൽക്കുന്ന ഈ സമയത്ത് എത്രമാത്രം ക്രീസിൽ ഈ ബൗളേഴ്സിനെ അതിജീവിക്കാൻ കഴിയും എന്നിടത്തിരിക്കും ഇടവേള ബാബുവിൻ്റെ റിയാസ് ഖാൻ്റെയും ഒക്കെ ഭാവി. തീർച്ചയായിട്ടും റിയാസ് ഖാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അടിച്ച് കയറി വാ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കയറി വന്ന ഒരു മുതലാണ്, കുറച്ച് മസിലൊക്കെ ഉണ്ട്. പക്ഷേ അറിയില്ല രേവതി സമ്പത്തിൻ്റെ മികച്ച സ്പിൻ ബോളിങ്ങിനെ ഫേസ് ചെയ്യാൻ റിയാസ് ഖാന് സാധ്യമാകുമോ എന്നറിയില്ല. അപ്പോൾ തന്നെ ആളുകൾ ഉറ്റുനോക്കുന്നതുകൊണ്ട് ബംഗാളിയായിട്ടുള്ള ബംഗാളി സ്പെഷ്യൽ ബൗളറായിട്ടുള്ള ശ്രീലേഖ മിത്ര വീണ്ടും ബോൾ ചെയ്യാൻ വരുമോ, ഇനി അടുത്ത വിക്കറ്റ് ആരുടെ ആയിരിക്കും തെറിക്കുക എന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ചിലരുടെ വിക്കറ്റാണ് ഇത് ലക്ഷ്യം വെച്ചതെങ്കിലും, പലരും ലക്ഷ്യം വെച്ചതെങ്കിലും എന്താ പറയുക, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന തരത്തിൽ മറ്റ് വേറെ ചിലരുടെയൊക്കെ വിക്കറ്റാണ് തകർന്നുകൊണ്ടിരിക്കുകയും വീണുകൊണ്ടിരിക്കുകയും അതും ചിലരുടെയൊക്കെ മിഡിൽ സ്റ്റമ്പാണ് തെറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. 2 പ്രധാനപ്പെട്ട വ്യക്തികൾ 2 പ്രധാനപ്പെട്ട സ്ഥാനത്തു നിന്ന് തന്നെ ഔട്ടായിരിക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കിട്ടിയാൽ ആഘോഷിക്കാൻ വേണ്ടി നിന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിലുള്ള ആഘോഷമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴും ഈ വിക്കറ്റ് വീഴ്ച ഇവിടം കൊണ്ട് നിൽക്കുമോ റിയാസ് ഖാനും അതേപോലെ തന്നെ ഇടവേള ബാബുവിനും അപ്പുറം ഇനിയും പുതിയ വേറെ ചിലരെ കൂടി ഇതിലൊക്കെ പേര് കേൾക്കുന്നുണ്ട്. മൺമറഞ്ഞു പോയവർ വരെ ഇക്കാര്യത്തിൽ മോശമല്ലായിരുന്നു, മികച്ച കളിക്കാരായിരുന്നു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ പലരും നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന ചില താരതമ്യേന പ്രായം കുറഞ്ഞ നടിമാർ പോലും അവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന തരത്തിൽ പറയുന്നുണ്ട്. അവരൊക്കെ ഇനി ബൗൾ ചെയ്യാൻ വരുമോ, അങ്ങനെയെങ്കിൽ അവർ ബൗൾ ചെയ്യാൻ വരുമ്പോൾ ആരായിരിക്കും ആ ബോളുകൾ ഫേസ് ചെയ്യുകയും അടിച്ച് സിക്സർ പറത്തുമോ അതോ വിക്കറ്റ് പോവോ കുറ്റി തെറിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിലവിലെ അവസ്ഥ വെച്ചിട്ട് 2 വിക്കറ്റ് വീണിരിക്കുന്നു. 2ഉം എന്താ പറയുക, ഒന്നിൻ്റെ മിഡിൽ സ്റ്റമ്പാണെങ്കിൽ ഒന്ന് LBW ആണ് ആയിരിക്കുന്നത്. അടുത്ത സ്പിന്നൊന്നും കളിക്കാൻ അത്ര മികച്ചതൊന്നും അല്ലാത്ത റിയാസ് ഖാനാണ് ഇപ്പോൾ ബോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് നെഞ്ചെടുപ്പോടുകൂടി തന്നെ ഇടവേള ബാബു ഉണ്ട്. ഇവരിൽ 6 വിക്കറ്റായിരിക്കും ആദ്യം ഇനി വീഴാൻ പോകുന്നത് എന്ന് മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.